സസ്യങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു പ്രധാന അസംസ്കൃത രാസവസ്തുവാണ് അമോണിയ അഥവാ NH3. ഇപ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു പ്രധാന അസംസ്കൃത രാസവസ്തുവാണ് അമോണിയ അഥവാ NH3. ജലത്തിൽ നന്നായി ലയിക്കുന്ന വാതകമാണ് അമോണിയ. ജലത്തിൽ നന്നായിട്ട് ലയിക്കുന്ന വാതകമാണ് അമോണിയ. അമോണിയയുടെ ഗാഢ ജലീയ ലായനിയാണ് ലിക്കർ അമോണിയ. അമോണിയയുടെ ഗാഢ ജലീയ ലായനിയാണ് ലിക്കർ അമോണിയ. ദ്രവീകരിച്ച അമോണിയ അറിയപ്പെടുന്നത് ലിക്വിഡ് അമോണിയ എന്നാണ്. ദ്രവീകരിച്ച അമോണിയ അറിയപ്പെടുന്നത് ലിക്വിഡ് അമോണിയ എന്നാണ്. ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്നത് അമോണിയയാണ്. ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നത് അമോണിയയാണ്. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഫ്രിറ്റ്സ് ഹേബറാണ്. ഫ്രിറ്റ്സ് ഹേബർ. ഇപ്പോൾ ഹേബർ എന്നുള്ള പേര് അതിൽ തന്നെ ഉണ്ട്. ഫ്രിറ്റ്സ് ഹേബർ. ഏതു വർഷമാണ് ഫ്രിറ്റ്സ് ഹേബർ പ്രക്രിയ കണ്ടുപിടിച്ചത്? 1912. 1912 ഫ്രിറ്റ് ഹേബർ പ്രക്രിയ കണ്ടുപിടിച്ചത്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? അത് പോഞ്ചി അയോണാണ്. പോഞ്ചി അയേൺ. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണെന്ന് ചോദിച്ചാൽ പോഞ്ചി അയൺ ആണ്. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിൽ എത്തുന്നു. ഇതാണ് ലേ ഷാറ്റ്ലിയർ തത്വം. അപ്പോൾ എന്താണ് ലേ ഷാറ്റ്ലിയർ തത്വം എന്ന് ചോദിച്ചാൽ, സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നു. ഇതാണ് ലേ ഷാറ്റ്ലിയർ തത്വം. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അഭികാരക തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അളവ് ഗതികോർജ്ജമാണ് ത്രഷോൾഡ് എനർജി. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അഭികാരക തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അളവ് ഗതികോർജ്ജമാണ് ത്രഷോൾഡ് എനർജി. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? അതാണ് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയൻ്റെ പേരാണ് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ് അഥവാ V2O5 വനേഡിയം പെൻറ്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? അതാണ് ഒലിയം. സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് ഒലിയം. സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡുമായി ലയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് ഒലിയം. ഒരു പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആഗിരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരകങ്ങൾ. ഡ്രൈയിങ് ഏജന്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആഗിരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരകങ്ങൾ അഥവാ ഡ്രൈയിങ് ഏജന്റ്.
കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്രമാണ് ഓർഗാനിക് കെമിസ്ട്രി. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് വെച്ചാൽ കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. കാർബണിൻ്റെ വാലൻസി 4 4. IUPACയുടെ പൂർണ്ണരൂപം എന്ത്? ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, അതാണ് IUPACയുടെ പൂർണ്ണരൂപം. IUPAC രൂപം കൊണ്ട വർഷം 1919. 1919 IUPAC രൂപം കൊണ്ടത്. IUPACയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? സൂറിച്ച്, അത് സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലാണ് IUPACയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും നാമകരണം, ആറ്റോമിക ഭാരത്തിൻ്റെയും ഭൗതിക സ്ഥിരാങ്കങ്ങളുടെയും ഏകീകരണം, നൂതന പദങ്ങളുടെ അംഗീകാരം എന്നിവ ഏത് സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്? അത് IUPACൻ്റെ നേതൃത്വത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും നാമകരണം, ആറ്റോമിക ഭാരത്തിൻ്റെയും ഭൗതിക സ്ഥിരാങ്കങ്ങളുടെയും ഏകീകരണം, നൂതന പദങ്ങളുടെ അംഗീകാരം, ഇതൊക്കെ നടക്കുന്നത് IUPACയുടെ നേതൃത്വത്തിലാണ്. 1828 അമോണിയം സയനേറ്റ് എന്ന അജൈവ പദാർത്ഥത്തിൽ നിന്നും ഫെഡറിക് വോളർ നിർമ്മിച്ച ഓർഗാനിക് സംയുക്തം ഏതാണ്? അതാണ് യൂറിയ. അപ്പോൾ യൂറിയ നിർമ്മിച്ചത് ഫെഡറിക് വോളറാണ്. അപ്പോൾ 1828 അമോണിയം സയനേറ്റ് എന്ന അജൈവ പദാർത്ഥത്തിൽ നിന്നും ഫെഡറിക് വോളർ നിർമ്മിച്ച ഓർഗാനിക് സംയുക്തമാണ് യൂറിയ. അപ്പോൾ അമോണിയയിലാണ് യൂറിയ. അമോണിയം സയനേറ്റ് എന്ന അജൈവ പദാർത്ഥത്തിൽ നിന്നും യൂറിയ ഉണ്ടാക്കിയതാരാണ്? ഫെഡറിക് വോളറാണ്. ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന സംയുക്തങ്ങളുടെ അടിസ്ഥാനത്തിൽ പദമൂലങ്ങൾ സ്വീകരിക്കപ്പെടുന്നു. ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, C5, 5 ആണെങ്കിൽ പെൻറ്റ്, 6 ആണെങ്കിൽ ഹെക്സ്, പിന്നെ ഹാപ്റ്റ് 7 ആണെങ്കിൽ, 8 ആണെങ്കിൽ ഒക്റ്റ്, 9 ആണെങ്കിൽ നൊണ്ണ്, 10 ആണെങ്കിൽ ഡക്ക്. അപ്പം മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹാപ്റ്റ്, ഒക്റ്റ്, നൊണ്ണ്, ഡക്ക്. ചില ആറ്റങ്ങളുടെയോ ആറ്റം ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസസ്വഭാവങ്ങൾ നൽകുന്നു. ഇവയെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? ചില ആറ്റങ്ങളുടെയോ ആറ്റം ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസസ്വഭാവങ്ങൾ നൽകുന്നു. അപ്പം ചില പ്രത്യേക രാസസ്വഭാവങ്ങൾ നൽകുന്നു. ചില ആറ്റങ്ങളുടെയോ ആറ്റം ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസസ്വഭാവങ്ങൾ നൽകുന്നു. ഇവയെ നമ്മൾ എന്ത് വിളിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ആൽക്കഹോൾസ് എന്നാണ്. OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് ആൽക്കഹോൾസ് എന്നാണ്. കാർബോക്സിലിക് ആസിഡുകളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏത്? അത് COOH ആണ്. ഇപ്പോൾ ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ തുടങ്ങിയ ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള ഓർഗാനിക് സംയുക്തങ്ങളാണ് ഹാലോ സംയുക്തങ്ങൾ. ഇപ്പോൾ ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ തുടങ്ങിയ ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള ഓർഗാനിക് സംയുക്തങ്ങളാണ് ഹാലോ സംയുക്തങ്ങൾ. ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളാണ് ഐസോമറുകൾ. എന്താണ് ഐസോമർ? ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങൾ. അപ്പം അതാണ് ഐസോമർ. ഒരേ തന്മാത്രാവാക്യമുള്ളതും
വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ഐസോമെറിസം എന്നാണ്. ഐസോമെറിസം ഒരേ തന്മാത്രാവാക്യമായിരിക്കും, വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളായിരിക്കും. അങ്ങനെയുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ഐസോമെറിസം എന്നാണ്. ഒരേ തന്മാത്രാവാക്യമുള്ളതും എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നതുമായ സംയുക്തങ്ങളാണ് ചെയിൻ ഐസോമർ. ഒരേ തന്മാത്രാവാക്യമായിരിക്കും, എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നതുമായ സംയുക്തങ്ങളാണ് ചെയിൻ ഐസോമർ. സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യങ്ങൾ ഒന്നു തന്നെയാണെങ്കിലും അവയുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമെങ്കിൽ അവ അറിയപ്പെടുന്നത് ഫങ്ഷണൽ ഐസോമർ എന്നാണ്. അപ്പോൾ എന്താണ് ഫങ്ഷണൽ ഐസോമർ? സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യങ്ങൾ ഒന്നു തന്നെയാണെങ്കിലും അവയുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണെങ്കിൽ അവ അറിയപ്പെടുന്നത് ഫങ്ഷണൽ ഐസോമർ എന്നാണ്. ഒരേ തന്മാത്രാവാക്യവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുമുള്ള രണ്ട് സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമർ. ഒരേ തന്മാത്രാവാക്യവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുമുള്ള രണ്ട് സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമർ. ഒരു സംയുക്തത്തിലെ ഒരു ആറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ എന്താണ് ആദേശ രാസപ്രവർത്തനങ്ങൾ? ഒരു സംയുക്തത്തിലെ ഒരു ആറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. അപ്പോൾ എന്താണ് പോളിമറൈസേഷൻ എന്ന് ചോദിച്ചാൽ, ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യത്തിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ വഴി ഉണ്ടാകുന്ന തന്മാത്രകളെ വിളിക്കുന്ന പേരാണ് പോളിമറുകൾ. പോളിമറൈസേഷൻ വഴി ഉണ്ടാകുന്ന തന്മാത്രകളെ വിളിക്കുന്ന പേരാണ് പോളിമറുകൾ. പൈപ്പുകളും മറ്റും നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC. പോളിവിനൈൽ ക്ലോറൈഡ് അതാണ് പൈപ്പുകളും മറ്റും നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് ടെഫ്ലോൺ. അപ്പം നോൺ സ്റ്റിക്ക് പാചക പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ഉൾഭാഗത്ത് ആവരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് ടെഫ്ലോൺ. പ്രകൃതിദത്ത റബ്ബറാണ് പോളി ഐസോപ്രീൻ അതാണ് പ്രകൃതിദത്ത റബ്ബർ. ഗ്രേപ്പ് പിരിറ്റ് എന്നറിയപ്പെടുന്ന കാർബണിക സംയുക്തമാണ് എഥനോൾ. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന കാർബണിക സംയുക്തമാണ് എഥനോൾ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോളാണ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോളാണ്. പെയിന്റ് നിർമ്മാണത്തിലെ ലായകമായി ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് മെഥനോൾ. പ്രിസർവേറ്റീവായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സംയുക്തമാണ് എഥനോൾ. പ്രിസർവേറ്റീവായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സംയുക്തമാണ് എഥനോൾ. പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകമാണ് മൊളാസസ്. എന്താണ്? പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകമാണ് മൊളാസസ്. മെഥനോയിക് ആസിഡ് സാധാരണയായി അറിയപ്പെടുന്നത് ഫോമിക് ആസിഡ് എന്നാണ്. മെഥനോയിക് ആസിഡ് സാധാരണ അറിയപ്പെടുന്നത് ഫോമിക് ആസിഡ് എന്നാണ്. അസറ്റിക് ആസിഡിൻ്റെ IUPAC നാമമാണ് എഥനോയിക് ആസിഡ്. അസറ്റിക് ആസിഡിൻ്റെ IUPAC നാമം എന്താണെന്ന് ചോദിച്ചാൽ എഥനോയിക് ആസിഡാണ്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളെ വിളിക്കുന്ന പേരാണ് ഫാറ്റി ആസിഡ്. അപ്പം കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡ്. പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമുള്ള കാർബണിൻ്റെ ഓർഗാനിക് സംയുക്തമാണ് എസ്റ്ററുകൾ. പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമുള്ള കാർബണിൻ്റെ ഓർഗാനിക് സംയുക്തമാണ് എസ്റ്ററുകൾ.
മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വ്യാവസായിക ആവശ്യത്തിനുള്ള എഥനോളിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കാറുണ്ട്. ഇത്തരം സ്പിരിറ്റിനെ വിളിക്കുന്നത് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നാണ്. ഡീനേച്ചേർഡ് സ്പിരിറ്റ്. അപ്പോൾ മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള എഥനോളിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കാറുണ്ട്. ഇത്തരം സ്പിരിറ്റിനെ വിളിക്കുന്നത് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നാണ്. 99% ശുദ്ധമായ എഥനോളാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. 99% ശുദ്ധമായ എഥനോളാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ. അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ. സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ഡിറ്റർജൻറ്റുകൾ. അപ്പോൾ സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ഡിറ്റർജൻറ്റുകൾ. താങ്ക് യു.